Intercession for India. Intercession for India. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് റോസ്ലി. ഞാൻ തലശ്ശേരി രൂപതയിലെ പേരാവൂർ ഇടവകയിലെ ഒരു കുടുംബാംഗമാണ്. എൻ്റെ ഭർത്താവ് ഫ്രാൻസിസ്. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മോള് ആൻമരിയ ഫ്രാൻസിസ്. അവൾ വിവാഹം കഴിച്ച് ഇവിടെ ഇരിട്ടി എന്ന സ്ഥലത്ത് തന്നെ താമസിക്കുന്നു. രണ്ടാമത്തെ മോള് എലിസബത്ത് ഫ്രാൻസിസ്. അവൾ ഇവിടെ +2 കഴിഞ്ഞുകൊണ്ട് അടുത്ത കോഴ്സിന് പോകാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്നു. ചെറുപ്പം മുതൽ തന്നെ എൻ്റെ മാതാപിതാക്കൾ നല്ല പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഞങ്ങൾ 6 പെൺമക്കളായിരുന്നു. അവർ ഞങ്ങളെ പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ തന്നെയാണ് വളർത്തിയത്. അതുകൊണ്ട് ചെറുപ്പം മുതലേ ഞാൻ ഈശോയുമായിട്ട് വലിയൊരു ബന്ധത്തിൽ തന്നെയാണ് വളർന്നു വന്നത്. അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതകാലത്തിൽ മുഴുവൻ അത് ഉപകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബജീവിതത്തിലോട്ട് വന്നപ്പോഴും എന്നും പ്രാർത്ഥന ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. പ്രാർത്ഥനയും ദിവ്യബലിയും പ്രാർത്ഥനയും. ഇന്നും ഞാനും എൻ്റെ ഭർത്താവും മക്കളും ഓരോ ദിവസവും ദിവ്യബലിയിലേക്ക് എന്നും ദിവ്യബലി പങ്കെടുക്കാൻ, പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്തും ഒരു 1.5 മാസം ഒഴിച്ചാൽ ബാക്കി എല്ലാ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ ദിവ്യബലി പങ്കെടുക്കാനും എല്ലാ ആഴ്ചയിലും 1-2 ദിവസങ്ങളും ദിവ്യകാര്യത്തിൻ്റെ മുമ്പിൽ ഇരിക്കാനും ഒക്കെ ദൈവം എന്നെ പ്രത്യേകം അനുഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് ദിവ്യബലിയിലും ദിവ്യകാര്യത്തിൻ്റെ സന്നിധിയിലുമായിരിക്കുമ്പോഴാണ്. അവിടെ ഇരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അതുതന്നെയാവും എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താഗ്രഹിക്കുന്നുവോ അത് എനിക്ക് മുമ്പേ തന്നെ ദൈവം അറിഞ്ഞ് എൻ്റെ ജീവിതത്തിലുടനീളം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം പുതിയ നിയമം പകർത്തി എഴുതാൻ ദൈവം പ്രത്യേകം എന്നെ അനുവദിച്ചു. ഞാൻ അമ്മയും ഒരുപാട് സ്നേഹിക്കുന്നു. 2017 നവംബർ 3-ാം തീയതി ഒരു ആദ്യ വെള്ളിയാഴ്ച ഞാൻ വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ മാതാവിൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീര് കാണാനും അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാവർക്കും മാതാവിൻ്റെ അടയാളങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, അമ്മ എനിക്കും എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണമെന്ന്. അതെൻ്റെ ഭർത്താവിനും മക്കൾക്കും കാണാൻ സാധിച്ചു. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ 2011 ഞങ്ങൾക്ക് കുടുംബസഹിതം വിശുദ്ധനാട് സന്ദർശിക്കാൻ സാധിച്ചു. വീണ്ടും 2013 ഞാനും എൻ്റെ ഭർത്താവും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി ലൂർദ്, ഫാത്തിമ, അസീസി, അന്തോണിസ് പുണ്യാളൻ്റെ അഴുകാത്ത നാവ്, ഫ്രാൻസിസ് പിതാവിൻ്റെ വിശുദ്ധ കുർബാന, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കാണാനും പിതാവിനോട് അടുത്ത് കാണാനും എല്ലാം ഉള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഇതൊക്കെ വളരെ അത്ഭുതകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനൊന്നും യാതൊരു യോഗ്യത എനിക്കുണ്ടെന്ന് തോന്നില്ല. ദൈവത്തിൻ്റെ കരുണയും ദാനവുമായിട്ടാണ് ഞാൻ ഇതിനെയെല്ലാം കാണുന്നത്. അതുപോലെ തന്നെ എല്ലാ മാസവും ഒരു 0.5 ഞങ്ങൾ നീക്കിവെച്ച് അർഹതയുള്ളവർക്ക് പലർക്കായിട്ട് എല്ലാ മാസവും പള്ളിക്ക് കൊടുക്കേണ്ടത് പള്ളിക്കും, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് മറ്റുള്ളവർക്കും കൊടുക്കുന്ന കാര്യത്തിൽ ഒരു മടിയും വിചാരിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു കാര്യത്തിനും ദൈവം ഒരു ബുദ്ധിമുട്ടും വരുത്തിയിട്ടില്ല. നിന്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക, അവിടുന്ന് വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ഈ വചനത്തിൻ്റെയൊക്കെ അഭിഷേകം, സങ്കീർത്തനം 37:5 ഈ വചനം. ഈ വചനത്തിൻ്റെയൊക്കെ അഭിഷേകം ജീവിതത്തിൽ എന്തുമാത്രം അനുഭവിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത്രമാത്രം അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പരിശുദ്ധ അമ്മ ഇന്ന് എൻ്റെ അമ്മയെ കൂടാതെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. ഞാൻ എല്ലാ അമ്മയോടും ഈശോയോടും ആലോചന ചോദിച്ചിട്ടാണ് രാവിലെ ഏൽക്കുമ്പോഴും ഈശോയ്ക്ക് അമ്മയ്ക്കും എന്നെ സമർപ്പിക്കും. കിടക്കാൻ നേരത്തും അതുപോലെ തന്നെ അമ്മയുടെ ഈശോയുടെയും കരങ്ങളിൽ എന്നെ കിടത്തി ഉറക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ദൈവഭക്തർ കിടന്നുറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് അഭയം നൽകും, അവർക്ക് സംരക്ഷണം നൽകും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആണക്കരയിലെ ഡൊമിനിക് അച്ഛൻ്റെ ഒരു ധ്യാനം കൂടണമെന്ന് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ഞങ്ങൾക്ക് ഈ ഇടവകയിൽ അച്ഛൻ ഇവിടെ ഒരു കൺവെൻഷന് വരുന്നെന്ന് അറിഞ്ഞപ്പോൾ ഇടവകയിൽ നിന്ന് 5 പേർക്ക് വെച്ച് ഓരോ മാസവും പോകാൻ ഞങ്ങൾക്ക് അനുവാദം തന്നു. അങ്ങനെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഞാൻ ഇവിടുന്ന് പോയി 5 പേരുടെ കൂടെ പോകാൻ എനിക്ക് സാധിച്ചു. കാരണം ഇവിടുന്ന് ഇത്രയും ദൂരം പോകുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമമുണ്ട് യാത്ര ചെയ്യാനൊക്കെ. ഞാൻ ഒത്തിരി വിഷമത്തോടെ ആണെങ്കിലും പോകുമ്പോൾ ഞാനിങ്ങനെ ഇവിടുന്ന് അവിടം വരെ കൊന്തയല്ലേ ഇങ്ങനെ പ്രാർത്ഥിച്ച്, ഈശോയെ ഞാൻ ഇത്രയും ദൂരം പോവുകയാണ്, എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഈശോയുടെ എന്തെങ്കിലും ഒരു അനുഗ്രഹം എനിക്ക് കിട്ടണം,
ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കൊന്ത എല്ലിക്കൊണ്ടാണ് പോകുന്നത്. പോയപ്പോഴൊക്കെ ഞാൻ ഉദ്ദേശിച്ച ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ എല്ലാ കാര്യത്തിലും മാതാവ് ഒത്തിരി സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവിടെ എത്തിച്ചു. അങ്ങനെ ഒരാഴ്ച അവിടെ അച്ഛൻ്റെ ധ്യാനം കൂടി. 2-ാം ദിവസം തന്നെ അച്ഛൻ അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, റോസലിയെയും കുടുംബത്തെയും ദൈവം അത്ഭുതകരമായ രീതിയിൽ അനുഗ്രഹിക്കുന്നെന്ന്. അത് കേട്ടപ്പോൾ എൻ്റെ സന്തോഷം എന്തെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അങ്ങനെ ഞാൻ അവിടുന്ന് ധ്യാനം കൂടി ഒത്തിരി സന്തോഷത്തോടെ നല്ല ഒരു ധ്യാനവും. എനിക്ക് പറയാനുള്ളത് എല്ലാവരും അവിടെ പോയി സാധിക്കുമെങ്കിൽ ഒരു ധ്യാനം കൂടണം. അത്രയ്ക്ക് നല്ലൊരു അനുഭവമായിരുന്നത്. അങ്ങനെ ധ്യാനം കൂടി ഞാനിവിടെ തിരിച്ചു വന്നപ്പം എനിക്ക് തോന്നി, എനിക്ക് അങ്ങനെ ഒന്നും അധികമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പം എനിക്ക് പെട്ടെന്നൊരു പ്രചോദനം തോന്നി, ദൈവത്തിൻ്റെ വചനങ്ങൾ ഒന്ന് എഴുതിയാലോ എന്ന്. അങ്ങനെ ദൈവം എന്നെ അങ്ങനെ തോന്നിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അമ്മയെ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ ഞാൻ എഴുതാൻ തുടങ്ങി. ഞാൻ എഴുതണമെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ ഭർത്താവ് എനിക്ക് കടലാസൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി തന്നു. ഞാൻ അത് എഴുതാൻ തുടങ്ങി. കുറേ സമയം എടുത്തു. എന്നാലും അത് എഴുതുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഒന്ന് എടുത്തു വെച്ചാൽ വീണ്ടും അത് എഴുതാനായിട്ട് പിശാചിൻ്റെ ധാരാളം തടസ്സങ്ങൾ വരുന്നുണ്ടായിരുന്നു. എങ്കിലും അത് എഴുതി തീർക്കണമെന്നുള്ളൊരു വാശിയോടെ ഞാൻ രാത്രി 12 മണി വരെ എഴുതിയ ദിവസങ്ങളുണ്ട്. അങ്ങനെ എന്തോ ദൈവം എൻ്റെ കരങ്ങളിലൂടെ അതും എന്നെ എഴുതിപ്പിച്ചു. അത് എഴുതി പൂർത്തിയാക്കിയപ്പം എൻ്റെ സന്തോഷം എന്തെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത. അത് ഞാൻ പ്രിൻ്റ് ചെയ്തു, ഒരു നല്ല ബൈബിളാക്കി ഞങ്ങളുടെ ഇടവക വികാരിയെ കൊണ്ട് വെഞ്ചരിപ്പിച്ച് ഇന്ന് ഞാനത് വളരെ ഒരു പൂജ്യമായിട്ട് ഞാനത് സൂക്ഷിക്കുകയാണ്. അതെന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. മാതാവാണ് എൻ്റെ കരങ്ങൾ പിടിച്ച് എന്നെ ഇത് എഴുതിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈബിൾ വചനങ്ങൾ എഴുതിയപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഇതൊന്നും എല്ലാവർക്കും എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രത്യേക കൃപ ലഭിച്ചവർക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജ്വലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നുകയില്ല. നമുക്ക് അതുപോലെ പ്രാർത്ഥനയിൽ ഞാൻ ഒരു ദിവസം ഇന്നും ഒരു 4 മണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ട്. ചുമ്മാതിരിക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ അയ്യോ ഇത് തെറ്റാണല്ലോ, ഈശോയോട് പ്രാർത്ഥിക്കണ്ടേ. എപ്പോഴും ഇന്നിപ്പോൾ തന്നെ ഞാൻ 4 കൊന്ത ചൊല്ലിക്കഴിഞ്ഞു, 7 കർണക്കൊന്ത ചൊല്ലി. കുരിശിൻ്റെ വഴി ചെല്ലാത്ത ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലില്ല. കുരിശിൻ്റെ വഴി എൻ്റെ ചെറുപ്പം മുതൽ അമ്മ 50 നോയമ്പിൽ എന്നെ കൊണ്ടായിരുന്നു ചൊല്ലിച്ചുകൊണ്ടിരുന്നത്. ഒരു 15 വയസ്സായപ്പോൾ ഞാനത് കാണാതെ പഠിച്ചു. അങ്ങനെ ഞാൻ ഇന്നും കുരിശിൻ്റെ വഴി ചെല്ലിയില്ലെങ്കിൽ എന്തോ ഒരു വലിയ നഷ്ടബോധം എനിക്ക് തോന്നും. ഞാൻ കുരിശിൻ്റെ വഴി ചെല്ലാതെ ഇനി പകൽ ചെല്ലാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ രാത്രിയിൽ എൻ്റെ കട്ടിലേൽ ഇരുന്നുകൊണ്ട് തന്നെ 14 പ്രാവശ്യം കമന്നു വീണ് അത് ഞാൻ എല്ലാം എഴുന്നേറ്റ് മുട്ടിൽ നിന്ന് മാത്രമേ കുരിശിൻ്റെ വഴി ഞാൻ ചെല്ലാറുള്ളൂ. 14 പ്രാവശ്യവും കമഴ്ന്ന് വീണ് തന്നെ എന്നാ വേദനയും വിഷമവും ഉണ്ടെങ്കിലും അത് ഞാൻ ചൊല്ലിത്തീരും. അത് ചൊല്ലിയില്ലെങ്കിൽ എനിക്ക് വലിയൊരു നഷ്ടബോധമാണ്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ, അതൊക്കെ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹമാണ്. പ്രാർത്ഥിക്കാൻ എനിക്കിന്ന് ഏറ്റവും ഇഷ്ടം. ദൈവത്തോട് ചേർന്നിരുന്നാൽ അവൻ നമ്മളോടും ചേർന്നിരിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. വിശുദ്ധ സ്വർഗത്തിൽ നിന്നും അവിടുത്തെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്നും നമുക്ക് ജ്ഞാനത്തെ അയച്ചു തരണമെന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയില്ല. നിന്റെ ബുദ്ധിക്ക് അതീതവും മഹത്വവും നിഗൂഢവുമായ രഹസ്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരും. ഈ വചനത്തിൻ്റെയൊക്കെ അഭിഷേകം നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനുള്ള കൃപ നമുക്ക് ദൈവം തരും. ദൈവത്തിന്റെ ശക്തമായ കരുത്തിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുന്നു. അടുത്ത തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 1 പത്രോസ് 5:6. ഈ വചനത്തിൻ്റെയൊക്കെ അഭിഷേകം നമ്മളിൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകം മുഴുവനുള്ള എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ പ്രാർത്ഥന തിരുസഭയെയും മാർപ്പാപ്പയെയും മെത്രാന്മാരെയും കർദിനാളന്മാരെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും സമർപ്പിതരെയും വൈദിക വിദ്യാർത്ഥികളും സന്യാസിനി വിദ്യാർത്ഥികളെയൊക്കെ ഞാൻ പ്രത്യേക കൊന്ത ചെല്ലുമ്പം ഓരോ നിയോഗങ്ങൾ സമർപ്പിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി. അതുപോലെ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോഴെല്ലാം മാതാവ് കരയുന്നത് മുഴുവൻ പാപികളുടെ മാനസാന്തരമാണ്. ആ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ എന്നും ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. മാതാവ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. അതും ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ കുടുംബ ജീവിതങ്ങളെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പുതിയ ജീവിതത്തിലേക്ക് കയറുന്നവർ, അവർക്ക് കുടുംബജീവിതത്തിൻ്റെ ബന്ധങ്ങളോ ഈശോ ആണ് അവരുടെ കുടുംബജീവിതത്തിൻ്റെ പ്രധാന രക്ഷകനും നാഥനും ഒന്നും മനസ്സിലാക്കാതെ അവരൊരു ജീവിതം ജീവിച്ച് ഒരു നിസ്സാര കാര്യം വരുമ്പോഴേ ആ ജീവിതമൊക്കെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറാകുക. അവർക്ക് അതിൻ്റെ വിലയൊന്നും മനസ്സിലാകുന്നില്ല. അവരെയൊക്കെ സമർപ്പിച്ച് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം കുടുംബജീവിതത്തിലേക്ക് കയറുന്ന എല്ലാ മക്കളെയും പ്രത്യേകിച്ച് ഈ പുതിയ തലമുറയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അത് ചെയ്യണം. പ്രാർത്ഥന എല്ലാവർക്കും വേണ്ടി, ലോകം മുഴുവനും വേണ്ടിയും എല്ലാ ദൈവ മക്കൾക്ക് വേണ്ടിയും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. ദൈവം കൂടെ നിന്നാൽ
നമ്മളെ ആരും ഉപേക്ഷിക്കില്ല. ദൈവവും മാതാവും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്ന, നമുക്ക് ശാശ്വതമായ ഒരൊറ്റ ആളെ വിശ്വസിക്കാൻ പറ്റുന്ന ലോകത്തിലുള്ളൂ, അത് നമ്മുടെ ഈശോയും അമ്മയാ. മറ്റ് നമ്മുടെ കൂടെയുള്ളവരൊന്നും നമ്മുടെ ശാശ്വതമായ സങ്കേതം നമുക്ക് അവരിൽ ആരിലും കണ്ടെത്താൻ പറ്റിയില്ല. അത് ഈശോയും മാതാവും പൂർണ്ണമാണെന്ന് ഞാൻ അനുഭവിച്ചറിയുന്നവളാണ്. അത് അങ്ങനെ തന്നെയാണ് താനും ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പൂർണ്ണമായ വിശ്വാസം ദൈവത്തിൽ അർപ്പിക്കുക, കർത്താവിനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പരമേൽപ്പിക്കുക. എന്ത് തന്നെയാണേലും ദൈവം അത് ഏറ്റെടുത്തോളും. പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. അമ്മ ഈശോയെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ചതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് പൂർണ്ണമായ സമർപ്പണം നടത്തിയാൽ അമ്മ നമ്മുടെ കരം പിടിച്ച് നമ്മളെ ഈശോയിലേക്ക് എത്തിച്ചോളുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നമുക്ക് മുന്നേറാം.